ഏത് ഇലക്ഷൻ്റെ പെരുമാറ്റച്ചട്ടം ഉണ്ടെങ്കിൽ പോലും ഇത്തരം കാര്യങ്ങൾ അടിയന്തരമായി ഇടപെടാൻ കഴിയും. അത് കളക്ടർക്ക് ഇടപെടാൻ കഴിയും. ഞാൻ കളക്ടറെ അറിയിച്ചിട്ടുണ്ട്, തഹസിൽദാരെ അറിയിച്ചിട്ടുണ്ട്, ഫയർഫോഴ്സിനെ തന്നെ ഞാൻ തന്നെയാണ് അറിയിച്ചത്. അപ്പം അവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കും. ഇല്ല, അവർക്കുള്ള മാനസികമായ എല്ലാ സപ്പോർട്ടും ഞങ്ങൾ അവരുടെ കൂടൊപ്പം ഉണ്ടാവും. അവർക്ക് നഷ്ടപ്പെട്ട റേഷൻ കാർഡ്, ആധാർ ഇതെല്ലാം എടുത്തു കൊടുക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഞങ്ങൾ പരിഹരിക്കും. അവരോടൊപ്പം ഞങ്ങളുണ്ടാവും. എങ്ങനെ പറ്റീനെ എനിക്കറിയത്തില്ല. ആരില്ല, ഞങ്ങൾ രണ്ടുപേരും തന്നെ ഉണ്ട്. ഞാൻ മാത്രം തന്നെ ഉണ്ടായിരുന്നു. സുരക്ഷയില്ല സാറ്. ശരിയാവും കേട്ടോ. അമ്മ വിഷമിക്കണ്ട. എത്രയല്ല പഠിക്കുന്നത്? ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ബുക്കൊക്കെ നമുക്ക് വാങ്ങിക്കാം കേട്ടോ. ഞാൻ മോക്ക് ഒരു ഓർഗാനം പോലെ വന്നു. അപ്പൊ അത് ഓർഗാനിച്ച് മുറ്റത്തോട്ട് നോക്കിയപ്പോ ഈ കറുത്ത പുകയാ വരുന്നത്. അത് അപ്പുറത്തെ വീട് മൊത്തം അപ്പോഴത്തേക്കിന് കത്തിയിട്ട് ഞാൻ അന്നേരം പറഞ്ഞു, അയ്യോ തീ പിടിക്കുന്നു, എല്ലാവരും ഇറങ്ങുന്നുണ്ടപ്പോഴത്തേക്കിന് അണ്ണൻ ഓടി ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു വെള്ളമിടുന്നു. അന്നേരം ഞാൻ പറഞ്ഞു വെള്ളത്തിനകത്ത് നിൽക്കത്തില്ല, അത് കൈവിട്ട് കിടന്ന് കത്തുക, പെട്ടെന്ന് ഇറങ്ങുന്ന പറഞ്ഞ് ഞാൻ ഒന്നും നോക്കിയില്ല. ഞാൻ ഈ 3 പേരെയും പിടിച്ചുകൊണ്ട് ഓടി മേളിൽ കയറി. റോഡിൽ കയറിയപ്പോഴത്തേക്കിന് ഗ്യാസ് കുറ്റി ഏതോ വീട്ടിലിത് പൊട്ടിത്തെറിച്ച്. അപ്പോഴത്തേക്കിന് എൻ്റെ മക്കൾ കൂടെ ഓടി. അപ്പോഴേ ഞാൻ പെട്ടെന്ന് പറയും അച്ഛനങ്ങ് കടപ്പായിപ്പോയി, അച്ഛനെ എടുക്കാൻ. അന്നേരം ഞാൻ പറയോ അച്ഛനെ അതിനകത്ത് കിടക്കുന്നുണ്ട്. അങ്ങനെ മൂത്ത മോളെ ഭർത്താവും മോളും കൂടെ ഓടി അതിനകത്ത് കയറി അച്ഛനെ എടുത്തോണ്ട് വന്ന് റോഡിലിരുത്തി. അപ്പോഴത്തേക്കിന് പിന്നെ എന്തുവാ നടന്നേന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞാൽ ആ മാതിരി തീ ഞാൻ ഇതൊക്കെ കണ്ടിട്ടുള്ളു, അല്ലാതെ ഞാൻ നേരിട്ട് ഞാനിങ്ങനെ കണ്ടിട്ടില്ല. പിന്നെ എനിക്ക് സംസാരിക്കാനോ എടുക്കാനോ ഒന്നും വയ്യായിരുന്നു. കുഞ്ഞിനെയും മക്കളെ 2 പേരെയും കൊണ്ട് ഞാൻ ഓടി. എൻ്റെ പുറവിനെ കൈ പിടിച്ചോണ്ട് ഞാൻ ഓടി. എല്ലാരെയും എൻ്റെ അച്ഛനെയും എല്ലാരെയും ഞങ്ങൾ മെയിനായിട്ട് എടുത്തോണ്ട് ഓടിയത്. വീട് അവിടെ ഉണ്ട്, എല്ലാം പോയി. ഞാൻ ആ കത്തും പടരുന്ന മാത്രമേ കണ്ടോളൂ. പിന്നെ ഞാൻ അങ്ങോട്ട് പോയില്ല. എനിക്ക് നല്ല സുഖമില്ലാതെ ഇരിക്കുകയായിരുന്നു. എനിക്ക് നടക്കാൻ കൂടി വയ്യായിരുന്നു. പക്ഷെ എൻ്റെ പേര് മോഹന ബിന്ദു എന്നാ, സൂര്യ എന്നാ എന്നെ വിളിക്കുന്നത്. ഒന്നുമില്ല. എങ്ങനെ സംഭവിച്ചെന്ന് എനിക്കറിയത്തില്ല. ഞാൻ കൊച്ചിനെ കൊണ്ട് സ്കൂളിലാക്കാൻ പോയത്, ട്യൂഷനിലാക്കാൻ പോയതാ. ഞാൻ പിന്നെ വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഞാൻ ഓടി വന്നത്. ഞാൻ മൂതാക്കരയിലാണ് നിന്നത്. എങ്ങനെ സംഭവിച്ചോ, കറണ്ട് വഴിയായിട്ട് വന്നോ എന്താണെന്ന് എനിക്കറിയത്തില്ല. വീട്ടിൽ ആരും ഇല്ലാതെ സമയത്ത് ഇത് പറ്റുന്നത്. മോള് ഇരുന്ന് ചുമച്ചപ്പോഴത്തേക്കും ഞങ്ങൾ എന്താന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഞങ്ങളുടെ വീടിന്റെ സൈഡിലോട്ട് മൊത്തം കറുത്ത പുക ഇങ്ങനെ കയറി തുടങ്ങി. അപ്പോഴേ അച്ഛൻ ഓടി വെളിയിൽ നോക്കിയപ്പോഴത്തേക്കും ആ അടുത്ത വീട്ടിൽ മൊത്തം കത്തിയിട്ട് തീ ഇങ്ങോട്ട് ആളുക. അപ്പോഴത്തേക്കും ഞങ്ങൾ ഇറങ്ങി ഓടിയപ്പോഴത്തേക്കും എല്ലാവരെയും കൊച്ചുങ്ങളൊക്കെ പലയിടത്തായിട്ട് ഇരിക്കും. എല്ലാവരെയും എടുത്ത് കയറിയപ്പോഴത്തേക്കും അച്ചാച്ചനാണെങ്കിൽ കാല് വയ്യാത്തതാ, വികലാംഗന. പുള്ളി കുളിക്കാനായിട്ട് ഇറങ്ങി ബാക്കി ഇരിക്കുമായിരുന്നു. പിന്നെ ഞാനും എൻ്റെ ഭർത്താവും കൂടി എങ്ങനെങ്കിലും വഴി കൂടെ വലിച്ചിടിച്ച റോഡിൽ കയറിയത്. ഞങ്ങൾ റോഡിൽ കയറിയപ്പോഴത്തേക്കും ഗ്യാസ് പൊട്ടിത്തെറിച്ച്. ഞങ്ങൾ അപ്പോഴത്തേക്കും ഫുള്ള് അങ്ങോട്ടെല്ലാം തീയങ്ങ് പടർന്നപ്പോഴത്തേക്കും ഞങ്ങൾ എന്തോ ഭാഗ്യം കൊണ്ട് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. സത്യമായിട്ടും ഞങ്ങൾക്ക് ഇവിടെ നിൽക്കുന്നത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ എങ്ങനെ ഇവിടെ ഈ കൊച്ചുങ്ങളെയും കൊണ്ട് ഈ മനുഷ്യരെയും കൊണ്ട് വന്നത് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാര്യം ഞങ്ങൾ വീട് ഫുള്ള് പോയി. ഞങ്ങളുടെ എല്ലാ പ്രൂഫും കാര്യങ്ങളായാലും ജോലിക്ക് കൊണ്ടുപോകുന്ന എല്ലാം, കുഞ്ഞ് പഠിക്കുന്ന ബുക്കും യൂണിഫോമായാലും എല്ലാ കാര്യങ്ങളും പോയി. ഞങ്ങൾ എൻ്റെ അച്ഛനും കണ്ടറിയാം തോർത്ത് കൊടുത്ത്, അച്ഛനാണെങ്കിൽ ഒരു കൈലി കൊടുത്തു. വീട്ടിൽ നിന്ന വേഷത്തിലാണ് ഞങ്ങൾ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടത്. അപ്പുറത്തെ വീട്ടിൽ നിന്നാണ് വളർന്നത്. അകത്തോട്ട് കറുത്ത പുക കയറി കുഞ്ഞ് ചുമച്ചപ്പോഴാണ് ഞങ്ങൾ വെളിയിൽ നോക്കുന്നത്. അപ്പോഴത്തേക്കും ഭയങ്കരമായിട്ടും അവരെ വീട്ടിൽ ഫുള്ള് കത്തി. ബാക്കിലോട്ട് ഇതാവുന്നുള്ളൂ, ഫ്രണ്ടാ ഫുള്ള് കത്തിയത്. അപ്പോഴത്തേക്കും ഞങ്ങളുടെ സൈഡിലോട്ടും അടുത്തടുത്ത് വീടാ. ഞങ്ങൾ ഈ റോഡ് കയറിയ സമയപ്പോഴത്തേക്കും ഗ്യാസ് പൊട്ടിത്തെറിച്ച്, 3 വീട്ടിലെ ഗ്യാസും പൊട്ടിത്തെറിച്ച്.